ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിസ്സ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുന്ന കുഞ്ഞു പിസ്സ ഇല്ലേ, അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കി. അര കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിന് ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പിസ്സ ഡൗ കുഴച്ചെടുക്കാം. 15 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തേണേ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ബോളാക്കിങ്ങാണ്ട് ഒരു ബൗളിലേക്ക് വെച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കാം. ഇപ്പം തന്നെ ഇത് പൊങ്ങി വന്നതാണ് കേട്ടോ. ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ലോണം പൊങ്ങി വരും. ഇത് നല്ലോണം അടിച്ച് വെച്ചിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ചൂടാണെങ്കിൽ ഒരു 2 മണിക്കൂർ മതി, തണുപ്പാണെങ്കിൽ 2-3 മണിക്കൂർ വേണ്ടി വരുവേ പൊങ്ങി കിട്ടാനായിട്ട്. ഇത് പൊങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതാ 200 ഗ്രാം ചിക്കൻ എടുത്തേണേ, ബോൺലെസ് ചിക്കൻ എടുത്തേണേ, ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തേണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1-1.5 സ്പൂണ് സോയാ സോസ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സോയാ സോസിൽ ചേർത്താലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാം. എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചങ്ങാണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ ടോപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചാണ്. ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഇത് 3 കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഒരു ബൗളിലേക്ക് സോസ് റെഡിയാക്കി എടുക്കാം. സാധാരണ പിസ്സ സോസ് ആട്ടോ എടുക്കാറ്. ഇപ്പോൾ കെച്ചപ്പ് എടുക്കുന്നത് അതാക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകൂലേ. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കട്ടെ. ഒറിഗാനോ നിർബന്ധമാണ് പിസ്സേൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഒറിഗാനോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ സോസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റായി. എന്നിട്ട് ഇതാ ഈ മാവ് കൊഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ 2 മണിക്കൂർ വെച്ചാണ് കേട്ടോ. നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. മിനി പിസ്സയ്ക്ക് ചെറിയ ബോളാക്കിങ്ങാണ്ട് പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്തുമ്പോൾ അത്യാവശ്യം കട്ടി തന്നെ വേണം. നല്ല തിന്നായിട്ട് പരത്തരുത് കേട്ടോ. പിസ്സക്കുള്ള പരത്തുന്നത് പോലെ തന്നെ കട്ടിയായിട്ട് പരത്തണം. പിന്നെ പിസ്സ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ പാനിലാണ്. അപ്പോൾ ഈ പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഓയിൽ ഇളകി കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം തടവിയാൽ മതി, നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഈ പിസ്സൻ്റെ ഡൗ 3 ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരത്തി വെക്കുമ്പോൾ ഇങ്ങനെ ഇതിലേക്ക് വെക്കാൻ നേരത്ത് ഇങ്ങനെ ചുരുങ്ങി പോകും. അപ്പോൾ ഇതിൽ പാനിൽ വെച്ചങ്ങാണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ആദ്യം നമ്മൾ മിക്സ് ചെയ്ത സോസ് ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈസുള്ള പിസ്സയ്ക്ക് 1 സ്പൂൺ സോസ് മതിയാവും കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഏറ്റവും ടോപ്പിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചീസിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജീസ് ഇട്ട് കൊടുക്കാം. ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തേനെ. ഒരു 5-6 പീസ് ഇട്ട് കൊടുത്തേനെ കേട്ടോ. ഉള്ളി കുറച്ച് കുറേയുടെ കഴിക്കുമ്പോൾ ഉള്ളീൻ്റെ ടേസ്റ്റാണ് നല്ല ഇത് കിട്ടുന്നത്. അപ്പം ഉള്ളി ഞാൻ കുറച്ച് ഇട്ടേണേ, ബാക്കിയുള്ള ഒരു 5-6 പീസേ ഇട്ടിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ എത്രയും വെക്കുന്ന അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെക്കാവുന്ന അത്രയും ചിക്കൻ വെച്ച് കൊടുത്തേണേ കേട്ടോ. ഒരു 5-8 പീസ് വെച്ച് കൊടുത്തേണേ. പിന്നെ അത് ലാസ്റ്റ് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ പിസ്സ സെറ്റ് ചെയ്ത് വെച്ചേണേ. എന്നിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചങ്ങാണ്ട് ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ അടിയിലൊരു തട്ട് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മിനി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാൻ എടുത്തത് കറക്റ്റ് ഒരു 15 മിനിറ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.